ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ മുഖമൊക്കെ എന്താ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാട്ടോ മുഖം ഭയങ്കരമായിട്ട് ക്ഷീണമായിട്ടൊക്കെ ഇരിക്കണേ. അപ്പോൾ എൻ്റെ ക്യാമറ ഒക്കെ ഇതായി പോയിട്ടോ. അപ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ കറക്റ്റ് ടൈമാണ് പറയാൻ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വേറെ ഒന്നുമില്ല ഞാൻ പറയാൻ പോണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ടോ സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. എനിക്ക് പണ്ടേ മുതലുള്ള ഭയങ്കര ഒരു ആഗ്രഹമാണ്. എനിക്ക് പണ്ടേ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കുക, ഇങ്ങനെ നടക്കുക, പിന്നെ ഫോട്ടോസ് എടുക്കുക, റീൽസ് എടുക്കുക, അതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ എന്തായാലും കറക്റ്റ് ടൈമാണ്. ഇപ്പോൾ നാട്ടിൽ വന്ന് ഫ്രീ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പേര് ഞങ്ങളിങ്ങനെ കുറേ കണ്ടെത്തി, അച്ഛൻ അമ്മ ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കുറേ കണ്ടെത്തി. അവസാനം ഏട്ടനൊരു വെറൈറ്റി പേരാട്ടോ പറഞ്ഞു തന്നെ. ഏട്ടൻ പറഞ്ഞ പേര് ഞാൻ പറയാം. എന്തായാലും നമ്മളൊരു ഫാമിലി പോലെയല്ലേ. ഏട്ടൻ പറഞ്ഞത് ചതിക്കാത്ത ചന്തൂല മറ്റേ അവിടെ പേരെന്താ? അല്ല, ബസുമതി എന്നായിരുന്നു കേട്ടോ. ബസുമതി ബൈ അഞ്ജലി എന്നാണ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ പറഞ്ഞു നീ വെറൈറ്റി പേരുകൾ ഇടണം, എന്നാലാണ് മീൻസ് നമ്മളെപ്പോഴും ലൈഫ് ലോങ് ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് കുറച്ച് നാൾക്ക് വേണ്ടിയിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പരിചിതമായൊരു പേര് ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണെങ്കിൽ അങ്ങനത്തെ പേര് ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച പേര് വേദിക എന്ന് ബൈ അഞ്ജലി എന്ന് ഇടാനായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞത് അങ്ങനെ കോമൺ ആയിട്ട് കുറേ പേര് ഇട്ടിട്ടുണ്ട്, നീ ഇടാത്തൊരു പേര് ഇടാൻ പറഞ്ഞു. പിന്നെ അവസാനം ഞാൻ നോക്കിയപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കാഷ്വലി പിന്നെ ഞാൻ വേറൊരു പേര് കണ്ടത് ത്രിപുര സുന്ദരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി പേരല്ലേ. പിന്നെ ഞാൻ ഇങ്ങനെ കുറേ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മണിച്ചിത്രത്താഴ് സിനിമ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിലാണെങ്കിൽ ശോഭനയുടെ സാരീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അതിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു മണിച്ചിത്രത്താഴ് ബൈ അഞ്ജലി എന്ന് എന്തായാലും ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി തമിഴിലേക്ക് നമുക്ക് പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചന്ദ്രമുഖി ബൈ അഞ്ജലി എന്ന് ഇട്ടോ. ഇന്ന് ഞങ്ങൾ കാഷ്വലി സംസാരിക്കുന്ന സമയത്താണ് അച്ഛൻ പറയുന്നത് നാഗവലി ബൈ അഞ്ജലി. അല്ല, നാഗവലി ബൈ അഞ്ജലി എന്നല്ല, ജസ്റ്റ് എന്തോ കാഷ്വലി ഞങ്ങളിങ്ങനെ എന്തോ കളിയാക്കായിരുന്നു. അപ്പോൾ നാഗവലി എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു ശരി നാഗവലി ബൈ അഞ്ജലി എന്ന് ഇടായിരുന്നു. അത് ഇത്രയും കൂടി വെറൈറ്റി ആയിട്ടുണ്ട് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവസാനം നമ്മൾ ചന്ദ്രമുഖി ബൈ അഞ്ജലി എന്ന് നമ്മൾ പേര് ഇട്ടിട്ട് ലോഗും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ അനുഗ്രഹവും കാര്യങ്ങളൊക്കെ വേണം. ഞാൻ ഫസ്റ്റ് ടൈമിലാണ് ഒരു ബിസിനസ്സായിട്ട് ഞാൻ സ്വയമായിട്ട് തുടങ്ങാൻ പോണേ കേട്ടോ. ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ്, എനിക്ക് ഇഷ്ടമാണത്. അപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യം നമുക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക, വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തോന്നില്ല. ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ. ഇത് ഇഷ്ടപ്പെട്ട് ചെയ്യണോണ്ട് സ്ട്രെസ്സില്ല എന്നല്ല, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അതിനെ കുറിച്ചിട്ട്. പിന്നെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്താണ് പെട്ടെന്ന് നാട്ടിലേക്ക് വന്നത്, പിന്നെ ജോലി എന്താണ് പെട്ടെന്ന് നിർത്തിയ. അപ്പോൾ എന്നോട് കുറേ പേരായിട്ട് ജോലി റിലേറ്റഡ് കാര്യം ചോദിച്ചിട്ടുണ്ടാണ്. ഞാൻ പറഞ്ഞ പോലെ ജോലി റിലേറ്റഡ് കാര്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ട്രാവൽ കാര്യങ്ങളൊക്കെ 2 hours ട്രാവലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതുമാത്രമല്ല ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നാട്ടിലേക്ക് വന്നതെന്ന്. അപ്പോൾ ഇതാണ് കാര്യം, ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്, അതൊട്ടും എക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എന്താ പറയുക, ജോബിന് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ അതായേ. പിന്നെ എനിക്ക് അവിടെ നിന്നിട്ടേക്ക് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ നാട്ടിലേക്ക് വരണം, ഭയങ്കര ക്ഷീണിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഞാൻ വേറെ വ്ളോഗിൽ ഞാൻ പറയാം കേട്ടോ, ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണ സമയത്ത്. അപ്പോൾ എന്താ പറയുക, അതുകൊണ്ടാട്ടോ ഞാൻ നാട്ടിലേക്ക് വന്നേക്കണേ, വേറെ ഒന്നല്ല. ഇപ്പോൾ കുറേ പേർക്കൊന്നും അറിയില്ല, എന്നെ വളരെ അടുത്തറിയണ കുറച്ച് പേർക്ക് മാത്രമായിട്ടോ ഈ കാര്യം അറിയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളൊരു ഫാമിലി അല്ല, അപ്പം നിങ്ങളോട് എന്തായാലും പറയാൻ വിചാരിച്ചു. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. ഇപ്പം വിറ്റെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ ഭാര്യ, ചേട്ടൻ്റെ പിള്ളേര്, പൊണ്ണും എല്ലാവരും കൂടിയിട്ട് ഇവിടെ ഫുള്ള് ലഹളും ബഹളും ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയാട്ടോ. ഇവരുടെ അടുത്ത് കണ്ണ് തെറ്റിയാൽ രണ്ടുപേരും തല്ലൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം. നല്ല രസമാട്ടോ. കുറേ പിള്ളേരുള്ള വീട്ടുകളിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, ഭയങ്കര ടൈം പോണതേ അറിയില്ല.
യൂഷ്വലി എനിക്ക് വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിൽ പൊണ്ണുള്ളപ്പോൾ തന്നെ നേരം പോകാറില്ല കേട്ടോ. ബട്ട് ഇവരും കൂടി ഉള്ളതുകൊണ്ട് ഭയങ്കര നേരെ പോവില്ല കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഒരു റെസ്റ്റ് എടുക്കാനേ എനിക്ക് ടൈം കിട്ടാറില്ല. ഞാൻ മാക്സിമം ഒന്നല്ലെങ്കിൽ പൊണ്ണൂരെ പിടിക്കലായിരിക്കും, അല്ലെങ്കിൽ ചെറിയ വാവക്കുട്ടീൻ്റെ ചെറുത് അവളുടെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ രാവണിൻ്റെ അടുത്ത് അധികം ഞാൻ കളിക്കാൻ പോവാറില്ല. രാവൺ ഫുൾ ടൈം അച്ഛൻ്റെ അടുത്താണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ നാട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്തൊരു കുറുമ്പിക്കുട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറുമ്പിക്കുട്ടിയുടെ വീഡിയോ ഒക്കെ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ വേറെ അമ്മ പൊണ്ണൂനെ കുളിപ്പിക്കാനുള്ള അവിടെ മഹാഭാരത യുദ്ധഭൂമിയിൽ കാണുന്ന പോലെയാണ് അവിടെ ഓരോ വേഷം കെട്ടുകളും ഓളിയിടലും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ എൻ്റെ പേജും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്താ പറയുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും, നിങ്ങൾക്ക് എങ്ങനത്തെ മെറ്റീരിയൽ സാരിയാണ് കൂടുതൽ ഇഷ്ടം. നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ സാരിയുടെയാണ് നമ്മൾ തുടങ്ങുന്നത്, പിന്നെ പയ്യെ പയ്യെ നമ്മൾ ബാക്കി നമ്മൾ നോക്കുന്നതായിരിക്കും. അമ്മയ്ക്കും എനിക്കും സാരി ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടറിയാം, സാരി ലവേഴ്സാണ് ഞങ്ങൾ. അപ്പോൾ ആദ്യം ഞങ്ങളിങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക, വേറെ വേറെ നമ്മൾ സംഭവങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ യൂട്യൂബിലും പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇനി ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്പോൾ അവിടെ പൊണ്ണു കുളിയൊക്കെ കഴിഞ്ഞിട്ട് അതേ അവിടേക്ക് പോയിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നോക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാമെന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ദുബായിലുള്ള സമയത്താണ് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സ്റ്റിക്ക് ചെയ്യണ ടൈപ്പ് നെയിൽസ് മേടിച്ചാൽ മതി കേട്ടോ. ഞാൻ ഇന്നലെ ഒട്ടിച്ചതാണ്, അടിപൊളിയാട്ടോ, ഭയങ്കരമൊക്കെ ഇഷ്ടമാണ്, നല്ല കംഫർട്ടബിൾ ആണ്. എനിക്ക് മറ്റേതാണ്, എനിക്ക് എല്ലാവരും എങ്ങനെ യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്കതൊരാഴ്ചയൊക്കെ എൻ്റെ കയ്യിലിരിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ ദൈവമേ, എനിക്കറിയണ്ടായിരുന്നില്ല ഇത്രയ്ക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒന്ന്. ഭയങ്കര അസ്വസ്ഥതയായിരുന്നു കേട്ടോ. ഒന്നാമത് ഭയങ്കര വലിയ നഖവും കാര്യങ്ങളും, അതിൻ്റെ ഭയത് നമ്മളെ നാച്ചുറൽ നെയിൽസ് ആയിട്ട്. ഇപ്പം ആണെങ്കിൽ ഫുൾ നെയിൽസ് ഉരുണെങ്കിൽ നെയിൽസ് ഇങ്ങനെ വളർത്തുന്ന ക്രേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ എല്ലാം വാവൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പം ഞാൻ ഫുള്ള് ഷോർട്ടാക്കി കേട്ടോ. എനിക്കെന്താ വളർത്താനും ഇപ്പോൾ ഉള്ളൊരു മൂഡോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്യണ സമയത്ത് ഞാനൊന്ന് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഒട്ടിച്ചിട്ട് സ്റ്റിക്ക് ചെയ്യണതൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ പേജിൻ്റെ ഇത് ഞാൻ ഇവിടെ വീഡിയോൻ്റെ അടിയിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഷോപ്പിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ തന്നെ വേറെ ഇടുന്നതായിരിക്കും. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ എന്തെങ്കിലും ക്ലോത്തിങ്ങോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഇപ്പോൾ ഷോർട്സിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുക കേട്ടോ. അപ്പോഴല്ലേ കൂടുതലായിട്ട്. പിന്നെ ഞാൻ വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അതിൽ DM ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻക്വയറീസും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഇത് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ റിമൂവ് ആക്കാൻ പോവാ കേട്ടോ. അപ്പം ഞാൻ കുറേ ട്രൈ ചെയ്യേണ്ടത് വളരെ എളുപ്പമാട്ടോ. മറ്റേതാണെങ്കിൽ എൻ്റെ അമ്മ ഞാൻ കുറേ നേരം സോക്ക് ചെയ്ത്, സത്യം പറയുകയാണെങ്കിൽ അത് നമ്മൾ എന്താ പറയുക, ബ്യൂട്ടി പാർലറിൽ തന്നെ അല്ലെങ്കിൽ നെയിൽ സലൂണിൽ തന്നെ പോയിട്ട് അത് റിമൂവ് ചെയ്യേണ്ടതായിരുന്നു. എനിക്കാണെങ്കിൽ ക്ഷമയില്ലാത്തതുകൊണ്ട് പിന്നെ ടൈമും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ ചൂടുവെള്ളത്തിലും സോപ്പ്, നമ്മുടെ പ്രില്ലില്ലേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അതിൽ കുതിർത്തിയതിന് ശേഷമാണ് ഞാനത് പറിച്ചെടുത്തത് കേട്ടോ. അപ്പം ഇതാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലതേ, ജസ്റ്റ് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് ഒട്ടാൻ ഉപയോഗിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേലൊരു ഗമ്മുണ്ട് കണ്ടോ. ആ ഗമ്മ് കൈമ ഒരു ഡാമേജും ഇല്ല, നഖത്തിനൊരു പ്രശ്നമില്ല. മറ്റേതാണെങ്കിൽ എൻ്റെ നഖം ഇങ്ങനെ പറഞ്ഞു പോയ പോലെയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അഥവാ പറഞ്ഞു പോരാൻ ചിലതൊക്കെ ഇങ്ങനെ ഭയങ്കര ഒട്ടിയിരിക്കുകയാണ്, പറഞ്ഞു പോരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചൂടുവെള്ളം ഉണ്ടല്ലോ, ചൂടുവെള്ളത്തിൽ ഇങ്ങനെ സോക്ക് ചെയ്താൽ മതി. മിക്കതും ചിലതൊക്കെ ഇത്തിരി ടഫ്ഫുന്നേ, ചിലതൊക്കെ ഇത്തിരി പോരാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിച്ചതുകൊണ്ട് ചിലതൊക്കെ ഞാൻ മെരിക്കൊന്നും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് നമ്മൾ ഒരു ഇതിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ രണ്ടെണ്ണം പറിച്ചു കിട്ടും. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോന്നിങ്ങനെ ജസ്റ്റ് മേലേന്ന് ഇങ്ങനെ അടിക്ക് പറിക്കുന്നതായിരിക്കും പെട്ടെന്ന് പോരാ കണ്ടോ. ആ ഗമ്മ് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈമന്ന് ഇങ്ങനെ റിമൂവ് ആക്കി കളഞ്ഞാൽ മതി.
ഇത്രേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളാണ് ഇങ്ങനെ പറിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെ എല്ലാതും വളരെ ഇതിൽ ഈ പാക്കിലാണെങ്കിൽ കുറേ നെയിൽസ് ഉണ്ട് കേട്ടോ. 2 കൈമ വെക്കാണ്, കാലുമ വെക്കാനുള്ളതുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അധികം റേറ്റും ആയിട്ടില്ല. 170 എത്രയോ അതിനായിട്ടുള്ളൂ. നമ്മൾ അവിടെയൊക്കെ ചെയ്തപ്പോൾ നല്ല, നമുക്കറിയാലോ എത്ര എക്സ്പെൻസീവാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതാണെങ്കിൽ അത്രയ്ക്കൊന്നുമില്ല. 170ക്ക് നമുക്ക് ഒരു സെറ്റ് കിട്ടി. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു നെയിൽ ഫയൽ ഉണ്ടായിരുന്നു, ജസ്റ്റ് ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഇതിൻ്റെ അറ്റം ഭാഗത്ത് ഒരു ഓരം പോലെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഇതാവാൻ വേണ്ടിയിട്ട് നമുക്ക് നെയിൽ ഫയലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇത്. പിന്നെ വേറൊരു കാര്യം എന്താ പറയുക, അപ്പോൾ എൻ്റെ റിയാക്ഷൻ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ. അപ്പോൾ അത് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് എന്താ പറയുക, നീഡ് ഓൾ യുവർ ബ്ലെസ്സിങ്ങൊക്കെ, നിങ്ങളുടെ ബ്ലെസ്സിങ്സൊക്കെ വേണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഒരു സംഭവമൊക്കെ പുതിയതായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായി ഞാൻ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ.